നമസ്കാരം. ചോതി നക്ഷത്രം 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ചോതി നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ 12 മാസത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ 1200 ആണ്ട് പ്രവചനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇനി വരുന്നത്. എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷകളെന്ന് പറയാൻ ഈ വർഷം മധ്യത്തോടു കൂടി മധ്യത്തിൽ 2025 ഒരു മാർച്ച് മാസത്തെ ആ ഒരു ശനിയുടെ മാറ്റം കൊണ്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാം. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഈ 3 കാര്യത്തിലും ഒരുപാട് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വർഷം തന്നെയാണ് ഈ ചോതി നക്ഷത്രക്കാർക്ക് 2025 എന്ന് പറയുന്നത്. മോശമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെയേറെ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ കർമ്മരംഗത്തുള്ള ആത്മവിശ്വാസവും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചു, കഴിഞ്ഞ പ്രാവശ്യത്തെ 1200 ആണ്ടിലെ ചോതി നക്ഷത്രക്കാരുടെ പ്രവചനത്തിൽ വായിച്ചു, എൻ്റെ അല്ല വേറെ ഏതൊരു കമൻറ്റിലൊക്കെ വായിച്ചു, പണിയെടുത്താൽ ജീവിക്കാം എന്ന്. പക്ഷേ പണിയെടുക്കണമെങ്കിൽ പോലും ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. കാരണം എനിക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, അപ്പോൾ എൻ്റെ വരുമാനം മുടങ്ങും. ആ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണം, വണ്ടി ഓടിച്ച് അവിടെ എത്തണം, അല്ലെങ്കിൽ ബസ്സിൽ കയറി അവിടെ എത്തണം. നമ്മുടെ ശരീരം ഇതിനൊന്നും സമ്മതിക്കുന്നില്ല, മനസ്സ് വിചാരിച്ചാലും നടക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക്, അതായത് നമ്മുടെ പ്രപഞ്ചത്തിലെ ശരീരവും മനസ്സും ഒരുപോലെ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുള്ളൂ. ജോലി ചെയ്യുന്നിടത്ത് ചെന്ന് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്കിതിലേക്ക് സാധിക്കുന്നുള്ളൂ. നമ്മുടെ ശരിയും തെറ്റും നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയും മാത്രം നോക്കിയിരുന്നിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പണിയെടുത്താൽ ജീവിക്കാം എന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രവചനം നടത്തുന്ന സമയത്തും നമ്മൾ പറയുന്നത്, ഓരോ നിസ്സാരമായിട്ടുള്ള പ്രവചനങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതെ നമ്മൾ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഉയർച്ചയുണ്ടാവാൻ നല്ലതുപോലെ മെഡിറ്റേഷൻസ് ചെയ്യുക. നമ്മളുടെ അതായത് പ്രപഞ്ച ശക്തിയുമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു താളം അത് തെറ്റുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വൈകൃതാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ മനുഷ്യന് ചിലപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കില്ല, ഉറങ്ങാൻ സാധിക്കില്ല, മറ്റുള്ളവരോട് നല്ലൊരു രീതിയിൽ പെരുമാറാൻ സാധിക്കില്ല. അപ്പോൾ യൂണിവേഴ്സൽ എനർജിയാണ് നമ്മളെ ഇതിനെല്ലാം പ്രചോദിപ്പിച്ചു കൊണ്ടുവരുന്നത്. ആ യൂണിവേഴ്സൽ എനർജി അനുഭവയോഗ്യമാകാൻ നമ്മൾ എന്തുണ്ടാക്കണം? ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും നല്ലൊരു വർഷമായിരിക്കട്ടെ 2025 ചോതി നക്ഷത്രം. പൊതുവെ 2025 ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വർഷമധ്യത്തോടുകൂടി ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക്, സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് അപവാദങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമാകുന്നതാണ്. വീട്ടിൽ തന്നെ പങ്കാളിയുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ വരാം. വീട്ടിലെ കുടുംബ കലഹങ്ങൾ കുടുംബ കോടതി വരെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വർഷമാദ്യം ധാരാളം ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും വർഷമധ്യത്തോടു കൂടി അത് പൂർണ്ണമായിട്ടൊരു പൂർണ്ണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരുന്നതല്ല. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും യഥാസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നതാണ്. മനസ്സിൽ ചിന്തിച്ചു, അത് ചെയ്യണമെന്ന് തീരുമാനിച്ചു, പക്ഷെ പകുതിയാവുമ്പോൾ അത് ഇട്ട് കളയേണ്ട ഒരവസ്ഥ വരാം. അതുകൊണ്ട് സങ്കീർണമായ പല ചുമതലകളും ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കണം. വൈകാരികമായിട്ടുള്ള പല ചിന്തകളും ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. മേലധികാരികളുടെ മോശമായിട്ടുള്ള പല പെരുമാറ്റവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. പല രംഗത്തു നിന്ന് ഒറ്റപ്പെടലുകളും അവഗണനയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നത് മൂലം മനസ്സിനും ശരീരത്തിനും ഒരു സുഖമായൊരവസ്ഥ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ജീവിതശൈലിയിൽ അടക്കും ചിട്ടയും ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതശൈലിയിലും നിത്യജീവിതത്തിലും ധാരാളം പുഷ്ടിമ കാര്യങ്ങളിൽ കർമ്മരംഗത്ത് വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിൽ പറയുന്ന വാക്കുകളും സന്താനങ്ങളും പങ്കാളികളുമായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടിയാണ് ഈ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനകൾ പോലും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വന്നു ചേരുന്നതാണ്. പഴയ ഭവനം പുതുക്കി പണിത്
അതിൽ താമസയോഗ്യമാക്കുന്നതാണ്. സ്ത്രീകൾക്ക് മാനസികമായിട്ട്, കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾക്ക് മാനസികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളായവർക്ക് മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളും ചില സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കേണ്ടതായിട്ട് വരാം. ചില രംഗങ്ങളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഉദരരോഗം, നേത്രരോഗം, വാതപിത്താദി രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ലതുപോലെ ചികിത്സകളൊക്കെ, വിദഗ്ധ ചികിത്സകൾക്കൊക്കെ നിൽക്കുക. അതായത് വിദഗ്ധ ചികിത്സകളൊക്കെ തേടി അതിനൊക്കെ നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഫുള്ളായിട്ടൊന്ന് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുക. ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് വിചാരിച്ചത്ര വ്യാപാര പുരോഗതി ഉണ്ടാകുന്നതല്ല. പൂർവികമായിട്ടുള്ള സ്വത്ത് കാത്തിരിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. ശത്രുക്കൾ നിരന്തരം ശല്യം ചെയ്യുന്നതാണ്. സാമ്പത്തിക കാര്യത്തിലൊക്കെ ശത്രുക്കൾ നിരന്തരം നിങ്ങളെ ശല്യം ചെയ്യുന്നതാണ്. വസ്തുവകകളും അവകാശ തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം ഈ ഒരു കാലഘട്ടത്തിൽ. ചില കൂട്ടുകെട്ടിൽപ്പെട്ട ധനനഷ്ടവും അപമാനിതവും അപവാദവും ഒക്കെ വന്നുപെടുന്നതാണ് ഈ 2025 എന്ന് പറയുന്ന ചോതി നക്ഷത്രക്കാർക്ക്. ചില സിനിമാ വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുമെങ്കിലും അവർക്ക് ചില കാര്യങ്ങളിൽ ധനനഷ്ടം വന്നു ഭവിക്കാം. വിലപിടിച്ച പല വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. ഓഹരി ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. എന്തായാലും വർഷ അവസാനത്തോടുകൂടി തൊഴിലിലൊക്കെ പുരോഗതി കൈവരിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് നന്നായിരിക്കും. ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. തിങ്കളാഴ്ച ദിവസം മഹാദേവന് ധാര ചെയ്യുന്നതും കൂവളാർച്ചന ചെയ്യുന്നതും, ഒന്നുമില്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും, വെള്ളി ചന്ദ്രക്കല ഭഗവാന് സമർപ്പിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് നന്നായിരിക്കും. ചെറിയ വെള്ളിച്ചന്ദ്രക്കല കിട്ടും. അത് വാങ്ങി ഭഗവാന് ദോഷാനുഭവങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട്, ഭഗവാന്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് അത് ഭഗവാന് ചന്ദ്രക്കലയായിട്ട് സമർപ്പിക്കാം. എല്ലാ തിങ്കളാഴ്ച ദിവസവും ഭഗവാനെ ദർശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടുതരുന്നതാണ്.